സൺസെറ്റിന്റെ ശരിക്കൊരു വ്യൂ ആണ്. ആ ഒരു മനോഹരമായ ഹെൽമെറ്റ് ലോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ എന്തെങ്കിലും നമുക്ക് നേരെ കയറി പോലും പറ്റും. എന്താ ഇവിടെ കിടക്കണേ? എപ്പോ പൊട്ടും എന്നുള്ളൊരു കണ്ടീഷനിലാണ്. ഇനി വന്നൊരു വഴി എന്ന് പറഞ്ഞാൽ അതൊരു വഴിയാണ്. മുള കൊണ്ടാണ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മഞ്ഞൊക്കെ കയറി വരുന്നുണ്ട്. മഞ്ഞ് അധികം റിസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത് മടവൂർ പാറ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടം ഏകദേശം ഒരു 7 കിലോമീറ്റർ കഴക്കൂട്ടുന്നുണ്ട് സ്ഥലം. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഒരു പാറൊക്കെ നിറഞ്ഞുള്ള ഒരു സ്ഥലമാണ്. നല്ല ഹൈറ്റിൽ നിന്ന് ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചന്മാരെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാണ്. നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ പാട്ടേക്കാൻ ഓക്കെ. വണ്ടിയുടെ താക്കോല് ചെക്ക്. ഇനി നമുക്ക് ഇറങ്ങാം. ഇലക്ട്രിസിറ്റി മുഖ്യം വെക്കല്. അപ്പോൾ എന്താണ് നമ്മുടെ MHനെ കുറിച്ചുള്ള അഭിപ്രായം? അതെ. അപ്പോൾ ചെറിയൊരു യാത്ര പോവാണ് മടവൂർ പാറയ്ക്ക്. ഓക്കെ, അപ്പോൾ കഴിച്ച് ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇറങ്ങാൻ പോവാണ്. MK അതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പരിപാടിക്കായിട്ട്. മടവൂർ പാറ കട്ട് ഇല്ല, ഇത് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോ കറക്റ്റ് പൊസിഷൻ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് വ്ളോഗ് സാറേ, അത് നമ്മുടെ മഹേഷ് സാറാണ്. നമ്മുടെ 25 വ്യൂസ് വീണ്ടും കാണാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കയറില്ലേ? ഞാൻ നോക്കി കിട്ടി. ബീച്ചിന്റെ വ്ളോഗ് വേണ്ട കണ്ടോ റീബ്ലോഗർ മോഹൻ. ശരി, എന്നല്ലേ വന്നിട്ട് കാണാം. നാളെ ഇവിടെ ഒരു സെമിനാർ ഉണ്ട്. അപ്പോൾ അതിന്റെ പരിപാടിക്ക് വേണ്ടി വന്നതാണ്. ചെറിയ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രൽ സർക്കിള്. ക്യാമ്പസ് നമുക്ക് ഇനി വരുന്ന വീഡിയോസിനകത്ത് ക്യാമ്പസ് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. ഇതാണ് മെയിൻ അഡ്രസ്. നമ്മൾ ക്യാമ്പസിന് ഇറങ്ങി അവിടുന്ന് ഒരു സ്ഥലത്ത് നിന്നാണ് നമുക്ക് റൈറ്റ് എടുക്കാനുള്ളത്. നമുക്ക് ഇന്ത്യ ഇടണം. അപ്പോൾ ഗൈസ്, ഇതാണ് ആ ഒരു മനോഹരമായ മുകളിൽ കാണുന്നതാണ് നമ്മുടെ മടവൂർ പാറ എന്ന് പറഞ്ഞ സ്ഥലം. വണ്ടി നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ് സ്പോട്ട്. നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാൻ, ഹെൽമെറ്റ് ലോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ എന്തെങ്കിലും സീറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് ലോക്ക് ചെയ്താൽ മതി. ഞാനിതാണ് ഒരു മെത്തേഡായിട്ട് യൂസ് ചെയ്യണത്. എൻ്റെ ഒരു ലോക്ക് കേടായിപ്പോയി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യണത്. അത്യാവശ്യം നമുക്ക് കുറച്ച് സേഫ്റ്റിയാണിത്. പെട്ടെന്ന് പോവില്ല ഹെൽമെറ്റ്, നോർമലി വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമുക്ക് ചെറിയൊരു പെട്ടിക്കട ഉണ്ട്. അവിടെ ചായയും ജ്യൂസും പരിപാടി കിട്ടും. അപ്പോൾ ഇതാണ് മടവൂർ പാറയ്ക്കുള്ള എൻട്രി എന്ന് പറയാൻ വേണമെങ്കിൽ. നല്ലൊരു ഈ ഒരു സമയം എന്ന് പറയാൻ ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തം വെയിലൊക്കെ സെറ്റിൽഡായിട്ട് നല്ലൊരു ഫോറസ്റ്റ് ഏരിയ ആണത് ആക്ച്വലി. അപ്പോൾ ഗൈസ്, വലിയൊരു ക്യാറ്റാണ്. ക്യാറ്റെന്ന് വെച്ചാൽ ഒരു
ഇത് വലിയൊരു പാറയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് കയറാൻ പറ്റില്ല. നമുക്ക് ഇതിൽ കൂടെ സൈഡിൽ കൂടെ ഒരു എന്താ പറയുക പാറക്കല്ല് വെച്ചിട്ടൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവർ കയറാനായിട്ടുള്ള രീതിക്ക്. അപ്പോൾ ഈ ഒരു ടൈം അവർ കുറേ പേര് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു കണ്ടാൽ ശ്രദ്ധിച്ചറിയാം, ഒരു റോപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു റോപ്പ് നമുക്കിങ്ങനെ പിടിച്ച് കയറി പോകേണ്ട ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് റോപ്പ് പിടിച്ചിട്ട് എങ്ങനെയാണ് പോകാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ റോപ്പ് ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് ഇങ്ങനെ കയറി പോവാം മേലേക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ മേലേക്ക് കയറി പോവുക. ടോപ്പിലേക്ക് പോകാൻ പറ്റും. ഇതിന് ആക്ച്വലി വേറൊരു എൻട്രിയും കൂടി ഉണ്ട്, അത് അപ്പർ സൈഡിലാണ്. നമ്മൾ സ്ഥിരം ഈ ഒരു വഴിക്ക് വരുന്നതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഈ ഒരു എൻട്രി നമ്മൾ ചൂസ് ചെയ്തു. പിന്നെ മുകളിൽ ഒരു കുടിവെള്ള പദ്ധതി, ഒരു ടാങ്ക് പോലെ സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ലീക്കാണെന്ന് തോന്നുന്നു. ഇപ്പം വെള്ളം പല സ്ഥലത്തേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മൾ പാറക്കൽ പേര്. അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് വ്ളോഗർ മോഹൻ എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. നമുക്കിനി മേലേക്ക് കുറേ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് മേലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വാട്ടർ ടാങ്കാണ്. അതായത് മീനൊക്കെ കാണും, മീനൊക്കെ നടക്കുന്നുണ്ട്. അധികം ആഴമില്ലേ കൈസ്, കുറച്ച് ആഴമുള്ളൂ, പക്ഷെ അത്യാവശ്യം വലിയൊരു വാട്ടർ ടാങ്ക് തന്നെയാണ്. ഇതാണ് ഇവിടെ നിന്നൊരു വ്യൂ. മൊത്തത്തിൽ നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോകാനും കുറേ ഉണ്ട്. നമുക്കിത് ഈ റൈറ്റ് സൈഡിൽ കൂടെ നമുക്ക് സ്റ്റെപ്പ് കയറി പോകാനും പറ്റും. നേരെ നമുക്ക് കുറച്ച് ഇതുണ്ടെങ്കിൽ നമുക്ക് നേരെ കയറി പോകാനും പറ്റും. അപ്പോൾ നമ്മൾ തൽക്കാലം സ്റ്റെപ്പാണ് ചൂസ് ചെയ്യേണ്ടത്. ഈ നേരെയുള്ള വഴി കൂടെ തന്നെ കയറാനുള്ള തീരുമാനത്തിലാണ്. അതൊക്കെ നല്ല വ്യൂ ഉണ്ട്, നല്ല പക്ഷികളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ സമയം ഏകദേശം ഒരു 5-5:30 ആയിട്ട് സമയം. ഇങ്ങനെ കയറി പോകാൻ പറ്റും. നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ചെരിവാണ്. താഴത്തേക്ക് നോക്കിയറിയാം, അതുപോലത്തെ ഒരു സ്ഥലമാണ്. നമ്മൾ നേരത്തെ കയറി വന്നത് ആ വഴിയാണ്, ഇറങ്ങി വന്നൊരു വഴി എന്ന് പറഞ്ഞാൽ അതൊരു വഴിയാണ്. പിന്നെ ആൾക്കാർ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. നമുക്കിഞ്ഞും കുറച്ചുകൂടി കയറാണ്ട് മേലേക്ക് ഗൈസ്, നമുക്ക് പോവാം. ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാണ് നമ്മുടെ മണവൂർപ്പാറയുടെ ഇപ്പോഴത്തെ വ്യൂ എന്ന് പറയാനായിട്ട്. അവിടെ ചെറിയൊരു സ്റ്റേജ് പോലെ സംഭവമുണ്ട്. അങ്ങനെ പിന്നെ ആ ഭാഗത്ത് ചെറിയൊരു ചായക്കട സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും ഇരിക്കാനായിട്ട് എന്താ പറയുക ഒരു ചെറിയ ഹട്ട് പോലെ സംഭവമുണ്ട്. ഇവിടെ ഒന്നുണ്ട്, ആ മൂലയ്ക്കൊന്നുണ്ട്. പിന്നെ അവിടെ ചിൽഡ്രൻസിൻ്റെ പാർക്കാണ്. പിന്നെ ആ ഭാഗത്തായിട്ട് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഭാഗത്ത് കുടുംബശ്രീ ഒരു ഹോട്ടലും കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് അതിൻ്റെ താഴെയാണ് ആ ഹോട്ടൽ, കുടുംബശ്രീയുടെ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിന് താഴെയായിരുന്നു ഹോട്ടൽ. പിന്നെ എന്താ പറയുക, ഈ സമയത്തുകൊണ്ട് കുറേ ആൾക്കാരുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ചെറിയ കയറിക്കാൻ പറ്റും, മഴ വരുമ്പോൾ കയറിക്കാൻ പറ്റിയ പോലത്തെ ഒരു ഹട്ട് സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെന്താ പറയുക, ചെറിയ വാട്ടർ സ്റ്റോറേജ് ഫെസിലിറ്റി ഗൈസ്. അതെ എന്താ ഇവിടെ കിടക്കണേ? നമ്മൾ നേരത്തെ പറഞ്ഞ വാഷ്റൂം അവിടെയാണുള്ളത്. ചെറിയൊരു ഹോട്ടലാണ്. പിന്നെ കുടുംബശ്രീയുടെ ഹോട്ടലിന് തൊട്ട് താഴെയാണ്. ഇനി അടുത്ത് പോകാൻ പോകുന്നത് നമുക്ക് ഇവിടുന്ന് മേലേക്ക് ഒരു സ്ഥലമുണ്ട്. പക്ഷെ നമ്മളതിന് മുമ്പ് പാർക്കിലേക്ക് ഒന്ന് ജസ്റ്റ് പോയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പാർക്ക് കണ്ടിട്ട് വരാം. മടവൂർപ്പാറയുടെ എൻട്രി എന്ന് പറയുന്നത് ആ ഒരു വഴിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻട്രി കൂടി ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ബാക്ക് എൻട്രി വഴിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും മെയിൻ എൻട്രൻസ് ആ ഒരു വഴിയാണ്. അപ്പോൾ ഇത് ടോയ്ലറ്റ് ബ്ലോക്ക്. പിന്നെ അതാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ സ്ഥലം. ചെറിയ ഊഞ്ഞാലും പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ അത് ആ ഒരു കാണുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. നമ്മൾ ഈ വഴി നമ്മൾ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരും. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. വിസിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 9:30 to 6:30 വരെയാണ്. രാവിലെ തിങ്കളാഴ്ച അവധി. ടിക്കറ്റ് വാല്യൂ ഒന്നുമില്ലേ? ഇപ്പോൾ ഫ്രീ ആണ്. രാവിലെ വരുന്നവർക്ക് ID കാർഡ് കാണിച്ചു തരാം. 4 മണിക്ക് ശേഷം ഫാമിലിക്കില്ല. ഫാമിലിക്ക് ID കാർഡ് കാണിക്കുന്നുണ്ട്. അല്ലാത്തൊരു പയ്യന്മാർ കപ്പിൾസിന് ID കാർഡ് കാണാം. ഓക്കെ, ഇതേ വഴിയായിരുന്നു വരേണ്ടത് ശരിക്കും. പക്ഷെ നമ്മൾ വിട്ടുപോയി, നമ്മൾ ആ വഴിയാണ് വന്നത്. അപ്പോൾ ആൾ പറഞ്ഞ സ്ഥിതിക്ക് മൺഡേ അവധിയാണ്, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. 9:30 തൊട്ടിട്ട് 6:30 വരെയാണ് ടൈം വരുന്നത്. അപ്പോൾ ഇതാണ് എൻട്രൻസ്, മെയിൻ എൻട്രൻസ് ശരിക്കും ഇതാണ് വരുന്നത്. പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ആൾക്കാരൊക്കെ ഉണ്ട്. ഈ റോഡ് ശരിക്കും ഏതാ വരുന്നത് എനിക്കറിയില്ല. ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ നമുക്ക് എൻട്രൻസ് വഴി കയറി നോക്കാൻ കഴിയുന്നുണ്ട്. കേരള സർക്കാർ
പുരാവസ്തു വകുപ്പ് സംഭവം എന്താ പുരാവസ്തുയുടെ സംഭവമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ, എനിക്കറിയില്ല. ഈ ഒരു ഭാഗത്ത് തൽക്കാലം പുരാവസ്തു ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതേ ഇവിടെ ഇതാണ് സെക്യൂരിറ്റി ഓഫീസ് പോലെ വരുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, ഇതൊരു മുള കൊണ്ട് കിട്ടിയുള്ളൊരു സംഭവമാണ്. ഫുള്ള് മുളയാണ്, മുള കൊണ്ടാണ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് കാര്യങ്ങൾ ഉള്ളിൽ കമ്പി പോകുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ എന്ന് വെച്ചാൽ ഉള്ളിൽ അയൺ കമ്പികളാണ്. പക്ഷെ ഇതിനൊരു ട്രഡീഷണൽ എസ്തെറ്റിക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുള കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവസാനം മേലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് മടവൂർ പാറയുടെ ഏറ്റവും ടോപ്പ് സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുറേ കയറി വന്നു ആ വഴിയൊക്കെ. അപ്പോൾ ഇതാണ് ടോപ്പ് സെക്ഷൻ. എന്താ പറയുക, ഇവിടെ ഏത് ഫാമിലീസ് കൊണ്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇരിക്കാനൊരു പ്ലേസ് ഉണ്ട്. കയറി വന്നതിന് ക്ഷീണത്തിൽ നമ്മളിവിടെ ഇരിക്കാം. സബ്സ്ക്രൈബ് ടു റീബ്ലോഗർ മോഹൻ ഗൈസ്. ഇതാണ് ഈ കോർണർ ഭാഗത്തൊരു വ്യൂ. അപ്പോൾ ആ റോഡ് കണ്ട അവിടെ നിന്ന് ഒരു റോഡ് ഇങ്ങനെ വന്നുകൊണ്ടേക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം സമയം ഒരു 6:30 ഗൈസ്. അപ്പോൾ നമ്മൾ മഞ്ഞൊക്കെ കയറി വരുന്നുണ്ട്, മഞ്ഞിങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ തിരിക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും പോയി. അപ്പോൾ നമ്മൾ തിരിക്കാനുള്ള പ്ലാനാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇറങ്ങാം. ഈ മുളകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആണ്. ഇതിങ്ങനെ എപ്പോൾ പൊട്ടും എന്നുള്ളൊരു കണ്ടീഷനിലാണ്. പക്ഷേ കുഴപ്പമില്ല, ഇതിൻ്റെ അടിയിൽ നമുക്കെന്തോ ഒരു അയേണിൻ്റെ ഒരു സംഭവം നമുക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും അയേണാണ്, അത് കാരണം വലിയ കുഴപ്പമുണ്ടാവില്ല. മറ്റേ ഇത് മാത്രമാണ് ഇത് ദ്രവിച്ച് പോയേനെ. പക്ഷേ ഇതിനകത്ത് ഇവർ നല്ല ടാക്ടിക്സ് ഉപയോഗിച്ചിട്ട് ഉള്ളിൽ അയേണും പുറത്ത് എസ്തെറ്റിക് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നേരത്തെ കാണിക്കാൻ വിട്ടുപോയൊരു സ്ഥലമാണ്. അതൊരു സ്റ്റേജ് പോലെ സംഭവമാണ്. ശരിക്കും ചെറിയ പ്ലാന്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 6:30 ടൈമിൽ ഇതാണ് ഇതിൻ്റെ മുകളിലൊരു വ്യൂ എന്ന് പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ ഓൾഡ് ടീംസ് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അവരിതൊക്കെ കണ്ടിട്ട് പാട്ടൊക്കെ പാടിയിരിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആണ്. നല്ല അവിടെ സ്ഥലത്ത് സൺസെറ്റിൻ്റെ ശരിക്കൊരു വ്യൂ. ആ ഭാഗത്താണ് തുമ്പ ബീച്ച്, സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചൊക്കെ ഉള്ളത്. ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ കോസ്റ്റൽ ലൈനാണ് ഈ ഒരു ഭാഗം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. അത് കോസ്റ്റൽ ലൈൻ, ഇത് മിഡിൽ, ഇത് ഹിൽ ഏരിയാസ്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തിന് ഒരു ടാറ്റ ബൈ ബൈ കൊടുത്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ നേരത്തെ കയറുന്നത് ആ ഒരു വഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ ചെയ്യുന്നത് സ്റ്റെപ്പിൻ്റെ വഴിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വഴി നോക്കാം. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കുറേ പടികളുണ്ട്, കയറാൻ ഭയങ്കര ടഫാണ്. അതാണ് നമ്മൾ ആ വഴി കയറിയത്. ഇറങ്ങാൻ നമുക്ക് കുറച്ച് ഈ വഴി ആകുമ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി നമ്മൾ താഴത്താണ് വെച്ചിരിക്കുന്നത്. നമ്മൾ മെയിൻ എൻട്രൻസ് വഴിയല്ല വന്നത്, നമ്മൾ ബാക്ക് എൻട്രൻസ് വഴിയാണ് വന്നത്. ഇവിടെ അങ്ങനെ രാവിലെ 9 to 6:30 ടൈം വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ നമുക്കൊരു 6:30 നമ്മൾ പതുക്കെ ഇറങ്ങാനുള്ള ഒരു പരിപാടിക്കാണ് ഗൈസ്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ കയറി പോയത് ഈ ഒരു വഴി കൂടെ എങ്ങനെയാണ് കയറിപ്പോയത് നേരത്തെ ഫസ്റ്റത്തെ ഭാഗം കണ്ടറിയാം. നമ്മൾ ഈ ഒരു വഴിയാണ് കയറിപ്പോയത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ കുറേ സ്റ്റെപ്പ് അവിടെ നിന്ന് ഇറങ്ങി വന്നു. നമ്മൾ ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. നമ്മൾ നേരത്തെ കാണിച്ച ആ വാട്ടർ ടാങ്ക് അതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം വളരെ മനോഹരമായിട്ട് നമുക്ക് കപ്പിൾസിന് എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അധികം റിസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല, നാട്ടുകാരുടെ ഇൻട്രപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് സംസാരിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ. ഈവനിങ് ആണ് നമുക്കൊരു ബെസ്റ്റ് ടൈം എന്ന് പറയാം. ഒരു ഗോൾഡൻ ടൈം വരാണെങ്കിൽ നല്ലൊരു വ്യൂവോട് കൂടി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ആ വഴി ഇറങ്ങണം. അപ്പോൾ നമുക്ക് ആ വഴി പോകാം. നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മൾ ഇവിടെയാണ് എഴുതിയിരുന്നത്, റീബ്ലോഗർ മോഹൻ എന്ന യൂട്യൂബ് ചാനൽ. അപ്പോൾ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ വള്ളി പിടിച്ച് വള്ളിയിൽ തൂങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഏകദേശം നല്ലൊരു ഇരുട്ടായിട്ടുണ്ട്. സമയം 7 മണി 7:30 അപ്പോൾ ഗേറ്റൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുന്നതാണ് എൻ്റെ വിചാരം, തോന്നുന്നു അങ്ങനെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഗേറ്റൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല. അവിടെ നമ്മുടെ വണ്ടി ഇരിക്കുന്നുണ്ട്.
അപ്പോൾ ഗൈസ് ആ പെട്ടിക്കട അവിടെ ക്ലോസ് ആയി. പെട്ടിക്കട നേരത്തെ അടയ്ക്കും തോന്നുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ കയറി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ചെറിയൊരു മഴച്ചാറിലോട് കൂടിയിട്ട് നമ്മുടെ വണ്ടി മൊത്തം നനഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി സീറ്റൊക്കെ നല്ല രസമായിരിക്കും. കാര്യവട്ടമാണ്, കാര്യവട്ടം ജംഗ്ഷനാണ്. ഇവിടുത്തെ ഏകദേശം ഈ ഒരു വഴിക്കാണ് നമ്മുടെ മടവൂർ പാറയ്ക്ക് പോകുന്ന റൂട്ട്. ഞാൻ അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. വഴി തെറ്റാണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിൽ നിന്ന് നേരെ പോയാൽ മതി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാവൽ റിലേറ്റഡ് കണ്ടൻസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. കാരണം ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുക. പിന്നെ താഴെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ പോയി അതും ഫോളോ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെയും സൈനിങ് ഓഫ് ബൈ വ്ളോഗർ മോഹൻ. ബൈ. Drop it.